ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നോക്കാലോ എങ്ങനെ തക്കാളി ചമ്മന്തി ആക്കാൻ റെഡിയാക്കാൻ. എൻ്റെ നാട്ടിനാണ് അസം നാട്ടിൽ ഈ ചമ്മന്തി ഭയങ്കര സ്പെഷ്യലാണ്. എന്തായാലും ചോറാണെങ്കിൽ ഈ തക്കാളി ചമ്മന്തി വേണം. അപ്പോൾ ഞാൻ ഇന്ന് ഈ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. തക്കാളി ഞാൻ ചെറിയാക്കി വെച്ചതാണ്. ഇവിടെ മുളക് ഉണ്ട്, ഇഞ്ചി ഉണ്ട്, പിന്നെ ഗാർലിക് ഉണ്ട്, ചെറിയ ഓണിയൻ ഉണ്ട്, പിന്നെ ഡ്രൈ ചില്ലി ഉണ്ട്, പച്ചമുളക് വീട്ടിൽ തന്നെ പച്ചമുളകായത് പടുത്തിടാം. പിന്നെ ഇത് തക്കാളി ചെറിയാക്കിയിടാം. ചട്ടി വെല്ലെങ്കിൽ സാധനമാണെങ്കിൽ വേറെ പാത്രത്തിനകത്തെ ഉണ്ടാക്കും. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പം ചട്ടിക്കകത്ത് എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഇതാണ് ഇൻഗ്രീഡിയൻസ്. പാനും ഇഞ്ചി, മുളക്, ഓണിയൻ, പിന്നെ തക്കാളി. ഇതാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഉണ്ടാക്കിയാലോ. ചട്ടി ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ആയിരിക്കും. പക്ഷെ എൻ്റെ നാട്ടിലത് വെളിച്ചെണ്ണ കിട്ടില്ല. വെളിച്ചെണ്ണ നാട്ടിനകത്ത് മസ്റ്റർഡ് ഓയിലിനകത്ത് എല്ലാ സാധനവും ഒക്കെ ഉണ്ടാക്കും. കടിയായി ചമ്മന്തി എന്തെങ്കിലും ആണെങ്കിൽ മസ്റ്റർഡ് ഓയിൽ മാത്രം ഉപയോഗിക്കും. ഇവിടെ ആണെങ്കിൽ കേരളത്തിനകത്ത് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കൂ. പിന്നെ എന്തെങ്കിലും എണ്ണ വെജിറ്റബിളൊക്കെ എണ്ണ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ഞാൻ എണ്ണ ചൂടായപ്പം ഞാൻ ഇവിടെ ആദ്യം മുളക്, പിന്നെ ഇഞ്ചി, ഉള്ളി, സവോള, വെളുത്തുള്ളിയൊക്കെ ഇടും. ഇത് ഇച്ചിരി ഗോൾഡൻ ബ്രൗൺ ആയപ്പം ഞാൻ തക്കാളിക്ക് ചേർക്കും. ഭയങ്കര സ്പൈസി ആവും, ബട്ട് വെരി ടേസ്റ്റി ടു ഈറ്റ്. അപ്പം ഞാൻ ഇതാണ് തക്കാളി. ചമ്മന്തിക്ക് ചുട്ടാക്കും. ഇങ്ങനെ ചുട്ടാക്കിയിട്ട് ചമ്മന്തി ആക്കും. ഒരു നല്ല ടേസ്റ്റ് രുചി പോലെ നല്ല ടേസ്റ്റ് രുചി വരും. അതൊക്കെ തിന്നാൻ ഭയങ്കര കൊതിയാവണം. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇതൊക്കെ മാത്രം തിന്നാൻ കിട്ടും. തക്കാളി ചമ്മന്തി, പൊട്ടറ്റോ ചമ്മന്തി, എല്ലാം ചമ്മന്തി, മുളക് ചമ്മന്തി വേണം. ചമ്മന്തി നാട്ടിനാട്ട് എൻ്റെ സ്വന്തത്തെ എന്തെങ്കിലും ചോറാണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആണെങ്കിൽ ചമ്മന്തി വേണം. ഉപ്പ് വെള്ളം ഞാൻ ചേർക്കും. ഇച്ചിരി മാത്രം ചേർക്കും. കൂടുതലായിട്ടും ഇതിനകത്ത് ഇച്ചിരി ചേർത്താൽ ഉപ്പ് വെള്ളം. ഉപ്പ് പൗഡർ ഇല്ലാട്ടുണ്ട് ഉപ്പ് വെള്ളം ചേർക്കുക, ഇല്ലെങ്കിൽ ഉപ്പ് പൗഡർ ചേർക്കും. ഉപ്പ് ഒന്നും വേണ്ട,